ഈ അമേരിക്കനെയും ഇസ്രായേലിനെയും യൂറോപ്യൻ രാജ്യങ്ങളെയും സപ്പോർട്ട് ചെയ്ത് പോസ്റ്ററിട്ട് വാനോളം വാഴ്ത്തുന്ന ചില മലയാളികൾക്കുള്ള ഒരു വീഡിയോ ആണ്. ഇതുവരെ ലോകത്ത് എവിടെയെങ്കിലും ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറയുന്ന രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്തെങ്കിലും ₹1 കൊടുത്ത് സഹായിച്ചതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വാർത്തയായിട്ട് വന്നിട്ടുണ്ടോ? ഇത്ര ടണ്ണ് ഫുഡ് അയച്ചു കൊടുത്ത്, ഇത്ര ടണ്ണ് തുണി അയച്ചു കൊടുത്ത് കേട്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. നമ്മുടെ ഇന്ത്യയിൽ ഒരു ദുരന്തം വന്നാൽ പോലും ₹10 കാശ് പോലും തരില്ല. അതാണ് സായിപ്പന്മാർ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പല ആളുകൾ കാട്ടറബികൾ വേണ്ട അറബികളെ വളരെ മോശമായിട്ട് കമൻറ്റുകൾ അടിച്ചിട്ട് പോസ്റ്റർ ഇടുന്നു. നിങ്ങൾക്ക് എവിടെ ലോകത്ത് ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായാലും അവിടെ ആദ്യം ഭക്ഷണം കൊണ്ട് എത്തിക്കുന്നതും തുണി, മറ്റു വസ്ത്രങ്ങളെല്ലാം കൊണ്ട് എത്തിക്കുന്നത് അറബ് രാജ്യങ്ങളാണ്. നിങ്ങൾ വിളിക്കുന്ന കാട്ടറബികളാണ്, അത് മറക്കരുത്. പിന്നെ രണ്ടാമത്തെ നിങ്ങൾക്കുള്ളൊരു സ്നേഹം യൂറോപ്യൻ രാജ്യങ്ങളിൽ കുറച്ച് തൊഴിൽ കൊടുക്കുന്നില്ല, തുച്ഛമായ ആളുകൾക്ക് തൊഴിൽ. അത് ആർക്ക് കൊടുക്കണമെന്ന് അറിയോ? അവർക്ക് ആവശ്യമുള്ള ആൾക്കാർ, വളരെ കഴിവുള്ള ആൾക്കാർ, നമ്മുടെ ഇന്ത്യയിലുള്ള ഏറ്റവും നല്ല ഡോക്ടേഴ്സിനെയും നേഴ്സുമാരെയും എല്ലാമാണ് അവന്മാർ കൊണ്ടുപോകുന്നത്. എന്തിനാണെന്നറിയാം? വയസ്സുകാലത്ത് അവന്മാർക്ക് പല ആളുകൾക്കും എന്താ പറയുക, ബാത്റൂം പോയ കഴുകാൻ വരെയുള്ള നേഴ്സുമാരെയാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. അത് നമ്മളിവിടുന്ന് നല്ല പഠിച്ച ഒന്നാം തരം നല്ല നേഴ്സുമാരെയാണ് അവരവിടെ കൊണ്ടുപോയി വെക്കുന്നത്. അവരുടെ ആവശ്യത്തിനാണ്. അത് അവരുടെ ആവശ്യമാണ്, നമ്മുടെ ആവശ്യമല്ല. മനസ്സിലായ? പക്ഷെ നമുക്ക് സ്നേഹം അവരോട്. തൊഴിൽ കൊടുക്കുകയാണ്. എത്ര ആൾക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്? നിങ്ങൾ GCC രാജ്യം എടുത്ത് നോക്കിക്കോ. നിങ്ങളൊരു സാധാരണക്കാരനാണെങ്കിൽ ഒരു വിസിറ്റിൽ പോയിട്ട് അവിടെ നിങ്ങൾക്ക് ഒരു ജോലി ഒപ്പിക്കാം. നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറുകയും അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മുടെ GCC രാജ്യങ്ങൾ ഉണ്ടാക്കി തരും. എന്നിട്ട് നിങ്ങൾക്ക് ഇവരോട് പുച്ഛം, അല്ലേ? മനുഷ്യനാണെങ്കിൽ അല്പമെങ്കിലും നന്ദി വേണം. നന്ദി പറഞ്ഞ സാധനം വേണം. യൂറോപ്യൻ രാജ്യങ്ങൾ എത്ര പേർക്ക് സഹായിച്ചിട്ടുണ്ട്? സൊമാനിയയിൽ വർഷങ്ങളായിട്ട് അവർ ദാരിദ്ര്യത്തിൽ പെട്ടുകിടക്കുന്നു. ₹1 കൊടുത്തിട്ട് സഹായിച്ചിട്ടുണ്ടോ? മറിച്ച് അവരെ തീവ്രവാദിയെ അത് ഇത് പറഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യുന്നു. അതിൻ്റെ പുറമെ അറബ് രാജ്യങ്ങളുടെ അകത്ത് കയറിയിട്ട് പെട്രോള് മറ്റുള്ള സാധനം എല്ലാം അടിച്ചു മാറ്റാൻ യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നു. എവിടെയെങ്കിലും ഒരു സഹായം ചെയ്തിട്ടുണ്ട്? ഇന്നും ഇന്ത്യയിൽ ഒരു വലിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു യൂറോപ്യൻ രാജ്യം വന്നാൽ ₹1 പോലും തന്ന് സഹായിക്കൂല. പക്ഷെ മിഡിൽ ഈസ്റ്റ് അറബ് രാജ്യങ്ങൾ, നിങ്ങൾ വിളിക്കുന്ന കാട്ടറബികളുണ്ടല്ലോ, ഓടിയെത്ത് പറന്നെത്തി വന്നിട്ട് നിങ്ങളെ സഹായിക്കും. അത് നമ്മൾ കേട്ടതാണ്, നമ്മൾ വാർത്തയിൽ കണ്ടതുമാണ്. അപ്പോൾ അല്പമെങ്കിലും കോമൺ സെൻസ് എന്താ പറയുക ഉപയോഗിക്കുക. എന്നിട്ട് കമൻറ്റുകളിലൂടെയും പോസ്റ്ററൊക്കെ ഇടാൻ ശ്രമിക്കുക. മനസ്സിലായ? പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, നന്ദി എന്നൊരു സാധനം, നന്ദി എന്ന് പറയുന്ന ഒരു സാധനം മനുഷ്യൻ്റെ അകത്തുണ്ടാകണം. അപ്പോഴേ യഥാർത്ഥ മനുഷ്യനാവൂ.